തിരിച്ചേട്ടാ രസിത കുട്ടി മാജിക്കുകളോട് ഒരു വലിയ ഐറ്റം ചെയ്യാം. നമുക്ക് മൂന്നും ഒരേപോലെ ഇതിൽ ചെയർ കിട്ടണം, അല്ലെങ്കിൽ സ്റ്റൂള് ഒരേപോലെ ഇരിക്കണം. അത് കിട്ടിയാൽ നമുക്കിപ്പം ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞൊരു ഐറ്റം ചെയ്യാം. ചെയറിനാണോ പാട്? ഞാൻ തരും. എന്തെയോ വല്ല ഓർമ്മയുണ്ടോ? അല്ല ചെറിയൊരു ഉറക്കം അത്രേ ഉള്ളൂ. ആ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു സീരിയസ് ആക്ട് ആണത്. ഓക്കെ, ഒരു കൊച്ചിനെയാണ് ഇപ്പൊ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഒരു ആനയെ പോലും ഇതിന്റെ മുകളിൽ നിർത്തി കഴിഞ്ഞിട്ട് ഇനി അറിയില്ല. അയ്യോ, ഞാൻ കുറെ ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് തീർച്ചയായിട്ടും ഫേക്ക് ചെയ്യണോ പക്ഷെ അങ്ങനെയൊന്നും അല്ല. ബോഡി ഭയങ്കര സ്റ്റിഫായിരുന്നു അല്ലേ? ഭയങ്കര സ്റ്റിഫായിരുന്നു. ലൈക്ക് ഈ മെന്റൽ പവറുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കേ, മെന്റല് മാത്രമായിരുന്നെങ്കിൽ ഡയാനയ്ക്ക് ചെയ്യായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും അല്ലേ, റിയലി ഗ്രേറ്റ്. നിങ്ങളാണല്ലോ എന്നെ പൊക്കിയത്. ഓ താങ്ക് യു. ലോഡിംഗുകാർക്ക് കാശ് കൊടുക്കണ്ടേ? ലോഡിങ്ങിന് നോക്കൂലി കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം. താങ്ക് യു. ഓ കുഞ്ഞു മനസ്സാ കട്ടി വീശ്. പൂക്കളുള്ള ഷർട്ടും. ശരിക്കും ഇത് ആദ്യമായിട്ട് എപ്പോഴാ ചെയ്തത്? ടീച്ചറിനെ കൊണ്ട് ആദ്യം ടിനി ഇത് കോളേജ് പഠിക്കുമ്പോൾ ചെയ്തിരുന്നല്ലോ. എന്റെ ഫാദറിന് അങ്ങനെ ഉണ്ടായിരുന്നു. പ്രസാദേട്ടനാണോ ടിനിയാണോ എനിക്ക് ഓർമ്മ. പ്രസാദേട്ടൻ ഇത് ചെയ്തിട്ടുണ്ട് പണ്ട് കോളേജ് മഹാരാജസിൽ പഠിക്കുന്ന സമയത്ത്. എന്റെ പ്രസാദ് എന്റെ ഫാദറാണ് അത് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങള് അമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വർക്കിംഗ് കമ്മിറ്റി എല്ലാരും കൂടി കൂടിയിട്ട് ഒരു ആർജ എന്ന് പറയുന്നൊരു. അന്ന് വെറുതെ ഞാൻ ടിനിയെ വിളിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷ പേടിയുണ്ടായിരുന്നു. ടിനി വന്ന് ഉഴപ്പോന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ പേടിച്ചു പോയി. അല്ല, എനിക്ക് പോലും പെട്ടെന്ന് പേടിയായി പോയി. കാരണം ടിനി ഒറിജിനൽ ആയിട്ട് അങ്ങോട്ട് ശരിക്കും
അത് കഴിഞ്ഞ് ടിനി മാജിക് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ചോദിച്ചു ഇവിടെ വല്ലതും കെട്ടി വെച്ചിട്ടുണ്ടോ, പുറകിൽ വല്ലതും ബാലൻസ് ഉണ്ടോ. ടിനി എനിക്കൊന്നും അറിയില്ല തന്നെ. പക്ഷെ ഇപ്പോഴും വിളിക്കുമ്പം ടിനിയെ വിളിക്കാൻ കാരണം എനിക്ക് ഇനി സാധിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചതാ. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തത്. സാധിക്കുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തപ്പോ ഈ കൊച്ചായിരുന്നില്ല അനന്യ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് എന്റെ ഇവിടെ കയറി നിന്നത്. കൂളായിട്ട് നിൽക്കുകയും ചെയ്ത്. ഇപ്പൊ എത്ര ഉള്ള ഇപ്പൊ പിഷാരടി കയറി എന്നാലും അത് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സയൻസ് ആണ്. ചേട്ടാ താങ്ക് യു. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓണത്തിന് ടിനിച്ചേട്ടനെ പെട്ടിയിൽ നിർത്തിയിട്ട് 23 വാള് കയറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് കഴിഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞ അടുത്ത ഷോ ഉള്ളൂ. തെസ്നീത്ത പുറത്തിറങ്ങണം ജയിലിൽ നിന്ന്.